പാറ്റ പാർട്ടിയുടെ തലവൻ ഇന്ത്യക്കാരനല്ല. വല്ലാത്തൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് നിസ്സാരക്കാരനല്ല. മുൻ IAS ഉദ്യോഗസ്ഥനായ ഇപ്പോൾ പ്രധാനപ്പെട്ട ശ്രദ്ധേയനായ മാധ്യമ പ്രവർത്തകനായ സഞ്ജയ് ദീക്ഷിതിൻ്റെ പ്രസ്താവനയാണ്. സഞ്ജയ് ദീക്ഷിത് അദ്ദേഹത്തിൻ്റെ ചാനലിൽ വന്നിട്ട് പറയുന്നു, പാറ്റകളുടെ തലവൻ ഇന്ത്യക്കാരനെയല്ല, അയാളുടെ അച്ഛൻ ഒരു നേപ്പാളിയാണ്, ബയോളജിക്കൽ ഫാദർ ഒരു നേപ്പാളിയാണ്. മാത്രമല്ല അയാളെ ദത്തെടുത്തതാണ്. ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന അയാളുടെ മാതാപിതാക്കൾ ഇയാളെ ദത്തെടുത്തതാണ്. ദത്തെടുത്തിരിക്കുന്നത് നിയമപരമായ നടപടികൾ പാലിക്കാതെയാണ്. അപ്പോൾ നേപ്പാളിൽ നിന്ന് ഒരു കുട്ടിയെ കൊണ്ടുവരുന്നു. നേപ്പാളിൽ നിന്നൊക്കെ കുട്ടികളെ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പോലും കുട്ടികളെ വിൽക്കുന്ന റാക്കറ്റിനെ കുറിച്ച് കഴിഞ്ഞ ദിവസമാണ് വാർത്ത വന്നത്. അതുപോലെ നേപ്പാളിൽ നിന്ന് വിറ്റ ഒരു കുട്ടിയെ ഇന്ത്യയിൽ ഒരു കുടുംബം വിലയ്ക്ക് വാങ്ങുന്നു എന്ന് മാത്രമല്ല, ആ കുട്ടിയെ വളർത്തുന്നു. പക്ഷേ ദത്തെടുക്കാനുള്ള നിയമപ്രകാരമായ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ആ കുട്ടി യഥാർത്ഥത്തിൽ ഇന്ത്യൻ പൗരനല്ല. സഞ്ജയ് ദീക്ഷിത് ചോദിക്കുന്നത്, സത്യത്തിൽ ഈ കുട്ടി ഇന്ന് കുട്ടിയല്ല, ഇന്ന് പാർട്ടിയുടെ നേതാവാണ്. ഇയാളെക്കുറിച്ച് SIR നടക്കുമ്പോൾ കണ്ടുപിടിക്കേണ്ടതായിരുന്നു, കണ്ടുപിടിച്ചില്ല. ഇയാൾ പഠിച്ചത് പോണ്ടിച്ചേരിയിലെ ഒരു സ്കൂളിലാണ്. പോണ്ടിച്ചേരിയിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ നേപ്പാളിൽ നിന്ന് ദത്തെടുത്ത കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ഇവർ നേപ്പാളി ഭാഷയാണ് സംസാരിക്കുന്നത്. വളരെ ഗുരുതരമായ ആക്ഷേപമാണ്. ഇന്ത്യയുടെ താല്പര്യങ്ങളെ അട്ടിമറിക്കുന്ന തരത്തിൽ വിദേശ പൗരൻ എന്ന് പറയാവുന്ന ഒരാൾ, നേപ്പാളിൽ ജനിച്ച ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ബൈ ബർത്ത് നേപ്പാളിയാണ്. നേപ്പാളിയായ ഒരാൾ ഇന്ത്യക്കാരനായിട്ട് ഇന്ത്യയിൽ ജീവിക്കുന്നു, ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയുടെ സർക്കാരിനെ അട്ടിമറിക്കാൻ സമരം നടത്തുന്നു. ഇത് പറയുമ്പോൾ സഞ്ജയ് ദീക്ഷിത് പറയുന്നുണ്ട്, MK സുബ്ബയുടെ കഥ ഓർക്കണം. MK സുബ്ബയുടെ കഥ നിങ്ങൾ അറിയേണ്ടതാണ് കേട്ടോ. കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച്, ആ പാർട്ടിയുടെ ജനാധിപത്യ സംസ്കാരം, രാഹുൽ ഗാന്ധിക്ക് പോലും വളരെ വേണ്ടപ്പെട്ട ഒരു കഥാപാത്രമായി സുബ്ബ മാറിയത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. MK സുബ്ബ ആസാമിലെ തേജ്പൂർ മണ്ഡലത്തിൽ 3 തവണ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച് ജയിച്ച ആളാണ്. 98 മുതൽ 2009 വരെ MK സുബ്ബ തേജ്പൂരിലെ MP ആയിരുന്നു. ഇയാൾ MP ആയിരിക്കെ 2005 ബീരേന്ദ്ര സിംഗ് എന്ന് പറയുന്ന ഒരാൾ ഒരു പൊതു താല്പര്യ ഹർജി കൊടുത്തു. ബീരേന്ദ്ര സിംഗ് സുപ്രീം കോടതി പറഞ്ഞു, എന്താണെന്നറിയോ, ഇയാൾ MK സുബ്ബയല്ല, ഇയാളുടെ പേര് മണിരാജ് ലിംബു അഥവാ ലിംബോ എന്നാണ്. ഇയാൾ നേപ്പാളിലെ പൗരനാണ്, നേപ്പാളിൽ ഒരു കൊലക്കേസിലെ പ്രതിയായിരുന്നു. എന്നിട്ട് ഇയാളെ ജീവപര്യന്തം ശിക്ഷിച്ചു. അയാൾ നേപ്പാളിൽ നിന്ന് ജയിൽ ചാടി സിക്കിം വഴി ഇന്ത്യയിലെത്തി, പേരുമാറ്റി, MK സുബ്ബ എന്ന് പേരുമാറ്റി, വ്യാജരേഖകളുണ്ടാക്കി, പാസ്പോർട്ട് ഉണ്ടാക്കി. എന്നിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. കോൺഗ്രസ് പാർട്ടി അയാളെ 3 തവണ തേജ്പൂർ മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് 3 തവണ MP ആയി. ഇത് സുപ്രീം കോടതിയിലെത്തിയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, പ്രഥമ ദൃഷ്ടിയ ഗുരുതരമായ ആരോപണമാണ്, അതുകൊണ്ട് CBI അന്വേഷിക്കാൻ പറഞ്ഞു. CBI അന്വേഷിച്ചപ്പോൾ ഇയാളുടെ ബർത്ത് സർട്ടിഫിക്കറ്റുകൾ CBI കണ്ടെത്തി. ബർത്ത് സർട്ടിഫിക്കറ്റുകൾ എന്ന് ഞാൻ പറഞ്ഞു, ഒരാൾക്ക് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിലേ ഉള്ളൂ. ഈ MK സുബ്ബയ്ക്ക് 1951 58 ജനിച്ചതായി കാണിച്ച് തേജ്പൂർ, സിലിഗുരി, ഹർമോട്ടി എന്ന് പറയുന്ന 3 സ്ഥലങ്ങളിൽ നിന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതായത് ഒരാൾക്ക് 3 ജെൻഡർ സർട്ടിഫിക്കറ്റുകൾ. അപ്പോൾ തന്നെ ഇയാളുടെ കള്ളം പൊളിഞ്ഞിട്ട് CBI അവസാനം സുപ്രീം കോടതിയോട് പറഞ്ഞു, ഇയാൾ ഇന്ത്യക്കാരനല്ലാത്ത ആൾ 3 വർഷം 3 ടേം 15 വർഷം ഇന്ത്യൻ പാർലമെൻറ്റിൽ MP ആയിട്ടിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ MP സുപ്രീം കോടതിയുടെ മുമ്പാകെ വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, ഒരു പ്രശ്നമുണ്ട്, ശരിയാണ്, CBI പറയുന്നതൊക്കെ ശരിയാണ്, ഇയാൾ ഇന്ത്യക്കാരനല്ല, പക്ഷെ പാർലമെൻറ്റിൽ 3 ടേം MP ആയി. പക്ഷേ ഇയാളുടെ അംഗത്വം റദ്ദാക്കാൻ പാർലമെൻറ്റിന് കഴിയില്ല, അതിനുള്ള അധികാരം സ്പീക്കർക്കാണ്. അതുകൊണ്ട് സ്പീക്കർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. 2011 ഈ നടപടി ഉണ്ടാവുന്നത്. അപ്പോൾ CBI എന്ത് ചെയ്തു, സുപ്രീം കോടതി പറഞ്ഞല്ലോ ഞങ്ങൾക്ക് അധികാരമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ വ്യാജരേഖകൾ ഉണ്ടാക്കി, ചീറ്റിംഗ് നടത്തി, ആൾമാറാട്ടം നടത്തി എന്ന് കാണിച്ച് CBI ആസാമിലെ സ്പെഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ കുറ്റപത്രം നൽകി 2011. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അയാളെ അറസ്റ്റ് ചെയ്തില്ല, അയാളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയില്ല. ഇയാൾ ഇന്ത്യയിൽ തന്നെ ഇരുന്ന് 2019 ഹൃദയാഘാതം വന്ന് മരിച്ചുപോയി, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു.
നോക്കൂ, നമ്മുടെ രാജ്യത്ത് നേപ്പാളിൽ നിന്ന് കടന്നു വന്ന ഒരാൾ വ്യാജരേഖ ഉണ്ടാക്കി, ആരാണ് അവിടുത്തെ കൊലക്കേസിലെ പ്രതി, ജയിൽ ചാടി ഇവിടെ വന്നിട്ട് ഇന്ത്യൻ പൗരത്വത്തിൻ്റെ വ്യാജരേഖ ഉണ്ടാക്കി കോൺഗ്രസിൽ ചേർന്ന് 3 തവണ MP ആയി, സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതി അയാളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് CBI മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുത്തു. ആ കേസ് കോൺഗ്രസ് സർക്കാർ തൊടാതെ ആ കേസിനെ തോൽപ്പിച്ചു. എന്നിട്ട് അയാൾ ഇന്ത്യയിൽ ഇരുന്ന് 2019 മരിച്ചുപോയി. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സ്വഭാവം നോക്കൂ. കാരണം ഇങ്ങനെ പലരെയും കോൺഗ്രസ് സഹായിച്ചിട്ടുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയുടെ പൗരത്വം ഇപ്പോൾ സംശയത്തിലാണല്ലോ. ബ്രിട്ടീഷ് പൗരനാണ് എന്ന് സുബ്രഹ്മണ്യൻ സ്വാമി മുതൽ പലരും പറഞ്ഞിട്ടുണ്ട്. വിഘ്നേഷ് ശിശിർ എന്ന് പറയുന്ന ഒരാൾ അലഹബാദ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ലണ്ടനിൽ നിന്നുള്ള ചില രേഖകൾ അലഹബാദ് ഹൈക്കോടതിയുടെ മുമ്പാകെയുണ്ട്. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംശയകരമാണ്. സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിന് മുമ്പ് 1983 തോന്നുന്നു നമ്മുടെ വോട്ടർ പട്ടികയിൽ സോണിയാഗാന്ധിയുടെ പേരുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർ ഇന്ത്യയിൽ വന്നാൽ അവർക്ക് പച്ചപ്പരവതാനി, ഞാൻ പച്ചപ്പരവതാനി മനഃപൂർവ്വം പറഞ്ഞത്, പച്ചപ്പരവതാനി വിരിച്ചു കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതാണ് സുബ്ബയുടെ കഥ. നോക്കൂ, അതുപോലെയാണ് ഈ പറയുന്ന പാറ്റ പാർട്ടിയുടെ നേതാവ് നേപ്പാളിൽ ജനിച്ച ആൾ ഇന്ത്യയിൽ വന്ന് താമസിച്ച്, ഇന്ത്യക്കാരനല്ലാത്ത ആൾ ഇവിടെ വളർന്ന് വലുതായി ഇന്ത്യയിലെ സർക്കാരിനെ അട്ടിമറിക്കാൻ സമരം നയിക്കുന്നതെന്നാണ് മുൻ IAS ഓഫീസറായ മാധ്യമപ്രവർത്തകനായി പ്രവർത്തിക്കുന്ന സഞ്ജയ് ദീക്ഷിത് വളരെ ഉത്തരവാദിത്തത്തോടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങളിൽ നിങ്ങളിത് വായിച്ചോ? ഇല്ല, പറയത്തില്ല. കാരണം പാറ്റകൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മഹനീയമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് എന്ന തരത്തിലാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെ വായ്ത്താരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ടൺ കണക്കിന് പേപ്പറുകൾ അച്ചടി പക്ഷി പുരട്ടി നമ്മുടെ മുന്നിലേക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പാറ്റകൾ, രാവിലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പാറ്റ നേതാവിനെതിരെ പോക്സോ കേസ് വന്നിരിക്കുന്നു. ഇപ്പോൾ പാറ്റ നേതാവ് ഇന്ത്യക്കാരനല്ല എന്ന് വന്നിരിക്കുന്നു. ഈ പാറ്റ നേതാവ് ആരാണ് എന്ന് സഞ്ജയ് ദീക്ഷിത് പറയുന്നില്ല. സഞ്ജയ് ദീക്ഷിത് പക്ഷേ ചില സൂചനകൾ പറയുന്നുണ്ട്. ഡൽഹിയിലെ ഏറ്റവും വലിയ സമ്പന്നർ താമസിക്കുന്ന, വലിയ സമ്പന്നർ കോടീശ്വരന്മാർ താമസിക്കുന്ന ഗ്രേറ്റർ കൈലാഷ് 1 താമസിക്കുന്നു. 4 ലക്ഷം രൂപ വാടകയാണ്. ഏതാണ്ട് 1000 യാർഡ് വിസ്തൃതിയുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. ജോലിയൊന്നുമില്ല. ആ വിദ്വാൻ പറയുകയാണ് കഴിഞ്ഞ ദിവസം, സുപ്രീം കോടതി ഇങ്ങനെയൊക്കെ ഉത്തരവിട്ടാൽ ഞങ്ങൾ സുപ്രീം കോടതി ഉത്തരവ് അനുസരിക്കത്തില്ല. പിന്നെ ആരുടെ ഉത്തരവ് അനുസരിക്കുക? ഈ വിദ്വാൻ പോണ്ടിച്ചേരി സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ലഭ്യമായ ഒരു രേഖയിലും പാറ്റകളുടെ ഈ നേതാവ് ആരുടെ മകനാണ് എന്ന വിവരം ലഭ്യമല്ല. മാതാപിതാക്കളുടെ വിവരം ലഭ്യമല്ല. മേൽവിലാസം ലഭ്യമല്ല. ഒരിടത്തും ലഭ്യമല്ല. ഇത് സഞ്ജയ് ദീക്ഷിത് പറഞ്ഞു വെക്കുന്നത് പെട്ടെന്നോർക്കും അഭിജിത്ത് ദീപ്കയെ കുറിച്ചാണോ എന്ന് ഒരു സംശയം വരും. അഭിജിത്ത് ദീപ്കയുടെ കാര്യത്തിലും ഇങ്ങനെ പല സംശയങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ബോസ്റ്റണിൽ പഠിക്കുന്നു. എന്താണ് പഠിച്ചത്? അതിൻ്റെ സ്കോളർഷിപ്പ് എത്രയാണ്? ആരാണ് പണം മുടക്കിയത്? മഹാരാഷ്ട്ര ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലെ ഒരു ജൂനിയർ എഞ്ചിനീയറായ 60,000 രൂപ ശമ്പളം വാങ്ങുന്ന ഭഗവാൻ റാവാണ് അഭിജിത്ത് ദീപ്കയുടെ പിതാവെന്ന് പറയുന്നു. അനിത ദീപ്കയാണ് അമ്മ. ഒരു മഹാരാഷ്ട്രയിലെ സംഭാജി നഗറിലാണ് താമസിക്കുന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇയാളുടെ വരുമാന സ്രോതസ്സിനെ കുറിച്ച് ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ, സൗരവ് ദാസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അയാൾക്ക് ഒരു ജോലിയുമില്ലാതെ അൽ ജസീറ ഉൾപ്പെടെയുള്ള ചാനലുകളുടെ ലേഖകനാണ്, ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള അയാൾ പോണ്ടിച്ചേരി പഠിച്ചിരുന്നു എന്നും സഞ്ജയ് ദീക്ഷിത് പറയുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് സഞ്ജയ് ദീക്ഷിത് പ്രധാനമായും ഉന്നം വയ്ക്കുന്നത് സൗരവ് ദാസിനെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇവരുടെ മറ്റു പ്രധാന നേതാക്കന്മാർ അശുതോഷ് റാങ്ക IIT ഖരഗ്പൂർ IIT പഠിച്ചിട്ടുണ്ട്. വിജേത ദഹിയ, രത്നസിംഗ്, സൗരവ് ദാസ്, ഇവരൊക്കെയാണല്ലോ അഭിജിത്ത് ദീപ്കയെ കൂടാതെ പാറ്റകളുടെ വലിയ നേതാക്കന്മാർ. ഏതായാലും ഈ പാറ്റകളുടെ നേതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ പൂർവ്വ ചരിത്രം ഇപ്പോൾ പതുക്കെ പുറത്തു വരികയാണ്. ഇപ്പോൾ ഞാനും പറയുമ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ നേരത്തെ ഈ MK സുബ്ബയെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ സാന്റിയാഗോ മാർട്ടിനെ കേട്ടിട്ടുണ്ട്. ലോട്ടറി രാജാവാണ്. ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിൻ എന്നറിയപ്പെടുന്നതിന് മുമ്പ് ലോട്ടറി രാജാവായിരുന്ന ഒരാളുണ്ട്. അയാളുടെ പേരായിരുന്നു നേരത്തെ നേപ്പാളിൽ നിന്ന് ഇവിടെ കടന്നു വന്ന് ജയിലിൽ ചാടി വന്ന് ഇന്ത്യയിൽ MP ആയി 3 തവണ MP ആയ
MK സുബ്ബ എന്നതുകൂടി നമ്മൾ ഓർമ്മിക്കണം. ഏതായാലും പുതിയ പുതിയ വിവരങ്ങൾ ഇങ്ങനെ ഈ പാറ്റകളുടെ നേതാക്കന്മാരെ കുറിച്ച് ദേശീയ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. ഇവരുടെ ചരിത്രം, ഹിസ്റ്ററി അത്ര നല്ലതല്ല എന്നുള്ള സൂചനകൾ ഓരോ ദിവസവും ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പുതിയ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളുമായി സംസാരിക്കാം, നിങ്ങൾക്ക് കൈമാറാം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ ഉറപ്പായിട്ടും ചെയ്യണേ.